എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LGയുടെ 43 ഇഞ്ച് LED TV ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഓഡിയോയും ബാക്ക് ലൈറ്റും ഉണ്ട്, പക്ഷേ പിക്ചർ വരുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. LGയുടെ സ്മാർട്ട് TVയും കൂടിയാണ് ഇത്. നമ്മുടെ ഈ കേബിളൊക്കെ കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു TV ആണ്. നമുക്ക് ഇതിൻ്റെ ആ മോഡൽ നമ്പർ ഒന്ന് നോക്കാം. LG 43UK6300 PVB എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ TV ആണിത്. ഇതിൻ്റെ ബാക്ക് പാനൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻ്റർനെറ്റ് പോർട്ടുണ്ട്. ഇത് LMB കണക്ഷൻ വരുന്ന ടൈപ്പ് ഒരു TV ബോർഡാണ് ഇതിനകത്ത് വരുന്നത്. ഈ TV ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ബാക്ക് ലൈറ്റ് ഓണായി കിടക്കും, വേറെ ഡിസ്പ്ലേയിലും മറ്റു കാര്യങ്ങളും ഒന്നും വരുന്നില്ല എന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ പവർ ഓൺ ചെയ്യാണ്. പവർ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പവർ ലൈറ്റ് കത്തി, ബാക്ക് ലൈറ്റും ഇപ്പോൾ ഇവിടെ കത്തി നിൽപ്പുണ്ട്. ആ സ്ക്രീനിലുള്ള ആ ഒരു വെട്ടം മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓണായിട്ട് ആ വെട്ടം മാറി ഇന്നിപ്പോൾ നല്ല പ്രകാശത്തിൽ വന്നതായിട്ട്, ബാക്ക് ലൈറ്റ് നല്ല പ്രകാശത്തിൽ വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് ഡിസ്പ്ലേ വരുന്നില്ല, എന്താണ് ഇതിനകത്തുള്ള ആ ഡിസ്പ്ലേ വരാത്തതായിട്ടുള്ള കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വരാം. ക്ലിപ്പ് ലോക്കാണ് ഇതിനകത്ത് വരുന്നത്. നമ്മളൊരു ഫ്ലാറ്റ് സ്കൂട്ടർ വെച്ച ക്ലിപ്പ് ലോക്ക് അതാണ് ഓരോന്നായിട്ട് അയച്ചെടുക്കുന്നത്. ഓക്കെ, ബാക്ക് പാനൽ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിനകത്ത് വരുന്ന ബോർഡുകൾ. ഇത് നമ്മുടെ പവർ ബോർഡ്, ഇത് നമ്മുടെ മെയിൻ ലോജിക് ബോർഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഡയറക്റ്റായിട്ടാണ് നമ്മുടെ സ്കെയിലർ ബോർഡിലോട്ടുള്ള കണക്ഷന് പോയിരിക്കുന്നത്. ഇതിനകത്ത് ഈ സ്കെയിലർ ബോർഡിൽ തന്നെ DC to DC കൺവെർട്ടിങ് സെക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ ടൈമിംഗ് കൺട്രോൾ സെക്ഷനോ ഒന്നും ഈ സ്കെയിലർ ബോർഡിൽ കാണില്ല. എല്ലാം ഈ മദർ ബോർഡിനകത്ത് തന്നെയാണ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഇല്ലാത്തതാണ് നമ്മുടെ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് LVDS കേബിളുകൾ നമ്മൾ അഴിച്ചു വിടണം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു കേബിൾ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഒരു കേബിൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊന്ന് ഓൺ ചെയ്യണം. ഓക്കെ, ഞാനൊന്ന് പവർ ഓൺ ചെയ്യാം. ഓക്കെ, അവിടെ കണ്ടല്ലോ, ആ പവർ ഓൺ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ആ LG എന്നുള്ള ലോഗോ ഇത്രയും സൈഡിൽ വന്നു. ഈ ഒരു സൈഡിലുള്ള LVDS കേബിളാണ് ഞാനിപ്പോൾ അഴിച്ചു വിട്ടിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനാണ് കംപ്ലൈൻ്റ് ആയിട്ട് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്, ഒരു സൈഡിൽ ഡിസ്പ്ലേ ഇല്ല. ഡിസ്പ്ലേയുടെ ഈ ഒരു സെക്ഷൻ കംപ്ലൈൻ്റ് ആണ്. ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൻ്റെ വെർട്ടിക്കൽ ക്ലോക്ക് സിഗ്നലുകൾ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. വെർട്ടിക്കൽ ക്ലോക്ക് സിഗ്നലുകളാണ് സാധാരണയായിട്ട് ഈ ഒരു പ്രശ്നം വരുന്നത്. അതിലെന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഫുൾ ഡിസ്പ്ലേ വരായിരിക്കും. അപ്പോൾ ആ ഒരു ലൈൻസ് എത്രത്തോളം വെർട്ടിക്കൽ ക്ലോക്ക് സിഗ്നൽസ് ഉണ്ടോ ആ ഒരു ലൈൻസ് മുഴുവനും നമ്മൾ ഇതിനകത്തോട്ട് ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെ ബ്ലോക്കിംഗ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു LVDS കണക്ടർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെയായിട്ട് നമ്മൾ എന്തെങ്കിലും സെല്ലോ ടേപ്പോ സ്റ്റിക്കേഴ്സോ എന്തെങ്കിലും വെച്ച് ഈ ഒരു കണക്ഷൻ ബ്ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ഡിസ്പ്ലേ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഞാൻ ഇത് 1 by 1 ആയിട്ട് ഇതിൽ ഏതൊക്കെയാണ് ട്രാക്ക് എന്നുള്ളത് കണ്ടുപിടിച്ച് ഇതിൽ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ അത് ഇത്തിരി സമയം എടുക്കുന്ന കേസാണ്, അതുകൊണ്ടിട്ടാണ്.
അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്ലോക്ക് ചെയ്യാനുള്ള ലൈൻസ് മൊത്തം കണ്ടുപിടിച്ച് ഞാൻ എന്താണ്ട് ഇവിടെ ഒരു കാണുന്നുണ്ടോ, ഈ ഒരു ടേപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഈ ഒരു ലൈൻസിനെല്ലാം ബ്ലോക്ക് ചെയ്ത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 by 1 ആയിട്ടാണ് ഓരോ ലൈൻസും ബ്ലോക്ക് ചെയ്ത്, 2 ലൈൻസ് വെച്ച് ബ്ലോക്ക് ചെയ്ത് പോയിട്ടൊന്നും എനിക്ക് ഡിസ്പ്ലേ വന്നില്ല. അങ്ങനെ ഞാൻ ഒരു വലിയ സ്ട്രിപ്പ് ഇട്ട് മൊത്തം ആ 12 ലൈൻസിനെയും ബ്ലോക്ക് ചെയ്ത്. ഈ ലൈൻസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ക്ലോക്ക് സിഗ്നൽ, ഇത് 4K പാനലാണ്. അപ്പോൾ ഈ വെർട്ടിക്കൽ ക്ലോക്ക് സിഗ്നൽ ഈ 12 സിഗ്നലുകളെയും ഞാനിവിടെ ബ്ലോക്ക് ചെയ്ത്. അപ്പോൾ ബ്ലോക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് പിക്ചർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒത്തിരി ടൈം എടുക്കും. 1 by 1 ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പോകണം. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഓണായിട്ടുള്ള ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊന്ന് പവർ ഓൺ ചെയ്യുകയാണ്. പവർ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് LG എന്നുള്ളത് കറക്റ്റ് 2 സൈഡും വന്നിട്ടുണ്ട്. സെറ്റ് ഓഫ് ബോക്സ് AV എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഡിസ്പ്ലേ വരണുണ്ടോയെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ പിക്ചർ ക്ലിയറായിട്ട് കാണാം. നല്ല വേറെ ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്ത്. ഈ വൈറ്റിനകത്ത് ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. 4 സൈഡും ഓക്കെയാണ്. കോർണറിൽ ബോട്ടത്തിലൊന്നും ലൈൻസ് ഒന്നുമില്ല. പിക്ചർ പക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു LVDSൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ്. ഇത് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാനിത് ചെയ്തത്. ഞാനിതിന് മുന്നേയും ഇതേ സെയിം വർക്കുകൾ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷേ അത് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേണക്കുള്ള കംപ്ലൈൻറ്റുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം LVDS 2 LVDS കേബിളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു LVDS കേബിൾ ആദ്യം അഴിച്ചിടുക, എന്നിട്ട് ഓൺ ചെയ്യുക. ഡിസ്പ്ലേ പകുതിയിൽ ഡിസ്പ്ലേ വന്നില്ല എന്നുണ്ടെങ്കിൽ ഊരിയിട്ട LVDS കേബിൾ തിരിച്ച് കണക്ഷൻ കൊടുത്തതിന് ശേഷം അടുത്ത കേബിൾ അഴിച്ചിടുക. അപ്പോൾ പകുതിയിൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് വെർട്ടിക്കൽ ക്ലോക്ക് സിഗ്നൽ CKB ലൈൻസുകൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ലൈൻസിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഇതേ കണക്ക് പിക്ചർ നല്ല രീതിയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.